2025 ഇതുപോലൊരു തൊലഞ്ഞ മാസം എനിക്കില്ല. വേറൊന്നുമല്ല, എൻ്റെ വണ്ടീൻ്റെ ഒരു എൻജിൻ ഷാഫ്റ്റ് ബന്ധമായപ്പോൾ ഒരു സർവീസിന് കൊടുത്തതാണ്. വണ്ടിയും പോയി ഇപ്പോൾ മൊത്തത്തിലിപ്പോൾ ഒരു വണ്ടിൻ്റെ ഒരു കേസിന് മൊത്തത്തിൽ എനിക്ക് ഏകദേശം ഒരു 4500 രൂപയോളം ചിലവാണ് കേട്ടോ. 14,000 രൂപയ്ക്ക് അടുത്ത് വണ്ടീൻ്റെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊടുന്നു. ഇപ്പോൾ വണ്ടി പിന്നെ ട്യൂബും പോയി, മൊത്തത്തിൽ പണിയായി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വണ്ടിൻ്റെ അവസ്ഥയാണ് ഇത്. ഞാൻ 3-4 ദിവസമായിട്ട് ഞാൻ പറയാൻ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ വണ്ടി സർവീസിന് കൊടുത്തു. എൻ്റെ വണ്ടിൻ്റെ എൻജിൻ ഷാഫ്റ്റ് പോയിട്ട് ഏകദേശം 25 ദിവസം കഴിഞ്ഞ് എനിക്ക് വണ്ടി കിട്ടിയത്. 25 ദിവസം കഴിഞ്ഞ് 26-ാം പക്കം. ഇവർ ഞാൻ കമ്പനിക്കാരോട് ചോദിക്കുമ്പോൾ ഹീറോ എക്സ്പൾസ് ആണ് എൻ്റെ വണ്ടി. ഈ ഷോറൂമോട് ചോദിക്കുമ്പോൾ നാളെ എന്നാണ് പറയുന്നത്. ഏകദേശം എല്ലാം കൂടി ലേബർ ചാർജ് മാത്രം, പിന്നെ വണ്ടിൻ്റെ എക്സ്പെൻസ് മാത്രം, പിന്നെ നമുക്ക് എൻജിൻ ഷാഫ്റ്റ് വന്നിട്ട് നമുക്ക് എങ്ങനെ ഇത് കിട്ടി, നമ്മുടെ വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് കിട്ടി. ഓക്കെ, ഏകദേശം ഒരു 3750 രൂപ ബില്ലായി. ഓക്കെ, അതേപോലെ തന്നെ എനിക്കിങ്ങനത്തെ ഈ പൈസ കൊടുക്കുന്ന വിഷയമല്ല. ഒരു വണ്ടി കമ്പനിയിൽ കൊടുക്കുമ്പോൾ തിരിച്ച് തരുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തരുന്നു. ഇവർ അതേപോലെ വണ്ടിയിൽ നമ്മുടെ ചെയിൻ പ്രോപ്പറായിട്ട് ആക്കിയിട്ടില്ല. അതേപോലെ ലൂബ് അടിക്കുന്നതിന് മുമ്പ് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് അടിക്കാൻ പറയുമ്പോൾ അത് ചെയ്തിട്ടില്ല. അതേപോലെ ക്ലച്ച് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വണ്ടി തരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സാണ് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് വണ്ടി തരുന്ന സമയത്ത് അതിൽ ഓയിൽ ലൂബ് സാധനങ്ങളൊന്നും ചെയ്യില്ല, പ്രോപ്പറായിട്ട് കാട്ടില്ല. ഒരു വണ്ടി 25 ദിവസം വെക്കുമ്പോൾ ഇവർ അഴിച്ചിട്ടാണ് വെക്കുന്നത്. എഞ്ചിനോട് എന്തൊക്കെ കംപ്ലൈൻറ്റ് എനിക്ക് അറിയില്ല. ഇവരൊരിക്കലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കണ്ടില്ല, എൻ്റെ വണ്ടിക്ക് ട്യൂബ് പോയതാണ്. ഏകദേശം ഈ 2.5 വർഷത്തേക്ക് 3 പഞ്ചർ എൻ്റെ വണ്ടിക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ പറയുന്നത് നമ്മുടെ ലീക്കേജ് ഉണ്ടല്ലോ, നമ്മൾ ഇത് അടിക്കുന്നില്ല, എയർ അടിക്കുന്ന ട്യൂബിൽ അതിലാണ് അതിൻ്റെ സറൗണ്ടിങ്സിലാണ് പ്രശ്നം വന്നത്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ സർവീസ് കൊടുത്ത് സർവീസ് സെൻ്റർ പ്രശ്നമാണ്. ഞാനത്ര പറയുള്ളൂ, എനിക്കറിയുന്നില്ല. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു അടിക്കുന്നവരായതുപോലെ ആ ട്യൂബിനുള്ളിൽ അയച്ചിട്ട് ഇറങ്ങി ഇടുന്ന സമയങ്ങൾ ശ്രദ്ധിക്കണ്ടേ, പൊടികൾ ഒന്നുമേ ഇല്ല. ഇവർ വണ്ടി കൊടുക്കുക, പൈസ വാങ്ങി പറഞ്ഞ് പണി ചെയ്തിട്ടില്ലെന്ന് ഒരിക്കലും പറഞ്ഞു. ഇത്തവണ എനിക്ക് വണ്ടി കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു 6-7 സർവീസാണ്. ഇതിന് മുമ്പൊന്നും കുഴപ്പമില്ല. ഇതിന് മുൻപ് പിസ്റ്റൺ പിടിച്ചിട്ട് ഷോക്കപ്പ് പിടിച്ചിട്ട് ഷോക്കപ്പ് പിടിച്ചിട്ട് ഒരു 25 ദിവസമായിരുന്നു. ഇപ്പോൾ അന്നും കുഴപ്പമില്ല. ഈ വണ്ടി 25 ദിവസം അവരോട് വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി നമ്മളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തരുമ്പോൾ ഇതൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് 2 ദിവസമായിട്ടുള്ള വണ്ടിക്ക് 3-4 ദിവസം വണ്ടി കിട്ടിയിട്ടുണ്ട്. 3-4 ദിവസം മാക്സിമം 4 ദിവസം. എന്നിട്ട് ഞാൻ ഇന്നലെ വണ്ടി വണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ട് നിർത്തി നോക്കുമ്പോൾ ഇതില്ല, കാറ്റില്ല. എനിക്ക് ദേഷ്യം വരില്ലയോ. ഇവർ വണ്ടി ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താ ചേച്ചി അന്ന് വണ്ടി തരുന്ന വ്യത്യാസം ചോദിച്ചു, എന്താണ് ലൂബ് അടിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത് ലൂബ് അടിക്കാത്ത ചോദിച്ചു. ഇല്ല, ഇനി കൊണ്ടുവന്നോളൂ. ആ സമയത്ത് ചെയ്യാതെ പിന്നെ കൊണ്ടുപോയിട്ട് ഇവർക്കൂടെ ചെയ്യിക്കണം. ഒരു എക്സ്പെൻസ് ഷോറൂമിൽ നിന്ന് കിട്ടുന്നത്. അതിന് മുൻപ് അത് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവർ ഇങ്ങനെയാണ്. ഒന്നാമത് പണി അറിയാത്ത ആൾക്കാരാണെങ്കിൽ പണി ചെയ്യാൻ നിൽക്കരുത്. ഷോറൂമിൽ തോന്നിയ പോലെയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചകളെ ഏകദേശം 4000 രൂപയുടെ മുകളിൽ 4500 രൂപ 550 എന്ന് പോയി 3750 രൂപയ്ക്ക് അന്ന് ബില്ല്. ഭയങ്കര ഒരുപാട് സർവീസൊക്കെ പ്രോപ്പറല്ല, ഒട്ടുമൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുക്കാൻ നമ്മൾ ഓക്കെയാണ്, നമ്മൾ കൊടുത്താൽ അവരെന്ത് അധികം കൊടുത്താലും പ്രശ്നമില്ല. പക്ഷെ വണ്ടി തിരിച്ച് തരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, വണ്ടി അവർ പ്രോപ്പറായി തരുന്നത്. അത് നിലവിൽ എനിക്കിപ്പോൾ പോയിരിക്കുകയാണ്. ഈ റെസ്പെക്ട് ഷോറൂമിൽ റിയലി പോയിരിക്കുകയാണ്. എൻജിൻ ഷാഫ്റ്റ് പോയൊരു കാരണം നമ്മൾ 25 ദിവസം കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് വണ്ടി ചോദിച്ചപ്പോൾ ഇടയ്ക്ക് ചോദിക്കും അന്ന് അയച്ചിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല, നാളെ വരും മറ്റന്നാൾ വരും. ഒരു വണ്ടിൻ്റെ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, ആ വണ്ടിയിലെ കംപ്ലൈൻറ്റ് പിറ്റേ അടുത്ത ലോഡ് വരുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആ ലോഡിൽ പറഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി. ഇതെന്താണ് ഞാൻ പറയുന്നത്, ഇന്നൊരു ലോഡിൽ ഒരു സാധനം വന്നു, നാളെ ഒരു ലോഡിൽ നാളെ ഒരു സാധനം വന്നു, മറ്റന്നാൾ ഒരു ലോഡിൽ ഒരു സാധനം വന്നു. ഇതാണ് അവർ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു പ്രോപ്പർ സർവീസ് ഉള്ളത്. ഇങ്ങനെയാണ് ഒരു സർവീസ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതൊരു സർവീസ് സെൻ്റർ ആൾക്കാർ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു വണ്ടിയിൽ ഒരു ഇഷ്യൂ കണക്കാണ്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഞാനതൊരു കുറ്റപ്പെടുത്താമെന്നല്ല, അവർ ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ ആര് കാണുന്ന ഷോറൂമിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചാണ് നമ്മൾ ഈ വണ്ടി വരുന്നത്. ഞാൻ വെളിയിലൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതുപോലെ ചെയിൻ പോലും പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തില്ല, ക്ലച്ച് പ്രോപ്പറല്ല, കാറ്റടിച്ച് അതില്ല. ഇപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ വേറെ ഷോറൂമിൽ കൊണ്ടുപോയി, അവരതൊക്കെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. അവസ്ഥ നോക്കി വല്ലാതൊരു അവസ്ഥയാണ്.